ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോണത് വാട്ട് ഈസ് ഇൻവേഴ്സ് എഫ് ഇ ജി, അതായത് എന്താണ് ഇൻവേഴ്സ് എഫ് ഇ ജി. ഇങ്ങനെ ഒരു ഇൻവേഴ്സ് എഫ് ഇ ജി മാർക്കറ്റിൽ ഫോം ആവുന്ന സമയത്ത് നമുക്ക് എങ്ങനെ എൻട്രി എടുക്കാം, എവിടെ സ്റ്റോപ്പ് ലോസ് വെക്കാം, എവിടെ ടാർഗറ്റ് വെക്കാം എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോണത്. ഓക്കെ, വീഡിയോയിലോട്ട് പോകാം. ഈ ഒരു ഇൻവേഴ്സ് എഫ് ഇ ജി എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് നമുക്ക് അറിയേണ്ട കാര്യമാണ് എന്താണ് എഫ് ഇ ജി. എഫ് ഇ ജി എന്താണെന്നുള്ള കാര്യം നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ഇതിൽ ഒരു സിമ്പിളായിട്ട് പെട്ടെന്ന് പറഞ്ഞുതരാം. ഓക്കെ, എഫ് ഇ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് ഒരു 3 ക്യാൻഡിൽ ഫോർമേഷനാണ്. ഇതൊരു ബുള്ളിഷ് എഫ് ഇ ജിൻ്റെ എക്സാമ്പിൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 3 ക്യാൻഡിൽ ഫോർമേഷനാണ് വേണ്ടത്. ഒരു 3 ക്യാൻഡിൽ ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫസ്റ്റ് ക്യാൻഡിലെ ഹൈയും തേർഡ് ക്യാൻഡിലെ ലോയും തമ്മിൽ ടച്ച് ചെയ്തിട്ടുണ്ടാവാൻ പറ്റില്ല. അത് ടച്ച് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ ഒരു ഗ്യാപ്പ് സംഭവിച്ചിട്ടുണ്ടാവില്ല. അതിൻ്റെ ഇടയിൽ ഈ ഒരു ടച്ച് ചെയ്യണതിൻ്റെ ഇടയിൽ ഈ ഒരു ഗ്യാപ്പ് സംഭവിച്ചിട്ടുണ്ടാവില്ല. ഈ ഒരു ഗ്യാപ്പ് ഇതിനെയാണ് നമ്മൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് വിളിക്കുക. ഓക്കെ, ഇത് സാധാരണ നോർമലി കേസസിൽ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്യുന്ന സമയത്ത് എന്താ മാർക്കറ്റിൽ സംഭവിക്കുക? ഈ ഒരു നോർമൽ കേസസിൽ മാർക്കറ്റ് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ ടാപ്പ് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റിൻ്റെ ഡയറക്ഷനിലേക്ക് കണ്ടിന്യൂ ചെയ്ത് മേലോട്ട് പുഷ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് പതിവ്, സാധാരണ നോർമൽ കേസസിൽ നടക്കാറ്. അപ്പോൾ ദെൻ വാട്ട് ഈസ് ഇൻവേഴ്സ് എഫ് ഇ ജി? അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഇൻവേഴ്സ് എഫ് ഇ ജി? ഇൻവേഴ്സ് എഫ് ഇ ജി മീൻസ് ഒരു എഫ് ഇ ജിനെ മാർക്കറ്റ് ഡിസ്റെസ്പെക്റ്റ് ചെയ്യും. അതായത് മാർക്കറ്റ് ഈ ഒരു എഫ് ഇ ജിനെ റെസ്പെക്റ്റ് ചെയ്യാണ്ട് മാർക്കറ്റ് ഡൗണിലോട്ട് ഈ ഒരു എഫ് ഇ ജിൻ്റെ അടിയിലോട്ട് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ അതിനാണ് ഇൻവേഴ്സ് എഫ് ഇ ജി എന്ന് പറയാം. അതായത് എഫ് ഇ ജി മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എഫ് ഇ ജി എഗെയിൻ ഒരു സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്തതിന് റെസിസ്റ്റൻസ് ആവണ പോലെ തന്നെ അതേപോലെയാണ് ഈ ഒരു ഇൻവേഴ്സ് എഫ് ഇ ജിൻ്റെ കേസും. അതായത് ഈ ഒരു എഫ് ഇ ജിനെ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്തിട്ടില്ല, അപ്പോൾ മാർക്കറ്റ് ഡൗണിലോട്ട് പുഷായി. അപ്പോൾ ഈ ഒരു എഫ് ഇ ജി ഈ ഒരു കേസിൽ എന്തായി മാറി? ഇൻവേഴ്സ് എഫ് ഇ ജി ആയി മാറി. ഇങ്ങനെയുള്ള ഒരു ഇതിനെയാണ് നമ്മൾ ഇൻവേഴ്സ് എഫ് ഇ ജി എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ മാർക്കറ്റ് വീണ്ടും റിട്രേസ് ചെയ്ത് ഈ ഒരു ഇൻവേഴ്സ് എഫ് ഇ ജി ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് എന്ത് സംഭവിക്കും? ഈ ഒരു ഇൻവേഴ്സ് എഫ് ഇ ജി മാർക്കറ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഡൗണിലോട്ട് പുഷാവും. അതെന്തുകൊണ്ടാണ്? കാരണം ഈ ഒരു മേലോട്ടുള്ള എഫ് ഇ ജി മാർക്കറ്റ്, ആ ഒരു ബുള്ളിഷ് എഫ് ഇ ജി മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ബുള്ളിഷ് എഫ് ഇ ജി റെസ്പെക്റ്റ് ചെയ്യാണ്ടിരുന്നപ്പോൾ മാർക്കറ്റിൽ അത് എന്തായി? അതൊരു ഇൻവേഴ്സ് എഫ് ഇ ജി ആയി. ആ ഒരു ഇൻവേഴ്സ് എഫ് ഇ ജിയിൽ വീണ്ടും മാർക്കറ്റ് റിട്രേസ് ചെയ്ത് ടാപ്പ് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് ഡൗണിലോട്ടാണ് പുഷ് ചെയ്യുക. ഓക്കെ, ഇത് നമുക്ക് റിയൽ ഗ്രാഫിൽ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ള കാര്യം നോക്കാം. നമ്മളിന്ന് എടുത്തിട്ടുള്ളത് ഗോൾഡാണ്. ഗോൾഡിലെ 1 മിനിറ്റ് ടൈം ഫ്രെയിമാണ്. 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമുക്ക് എടുത്തിട്ടുള്ളത് ജസ്റ്റ് ഡെയിലി ബയസ് ഒന്നും ഇല്ലാണ്ട് ജസ്റ്റ് അനലൈസ് ചെയ്ത് നോക്കാം. അനലൈസ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഈ ഒരു ഇൻവേഴ്സ് എഫ് ഇ ജിൻ്റെ കേസ് നമുക്ക് സ്റ്റഡി ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്കിവിടെ 1 മിനിറ്റ് ടൈം ഫ്രെയിമിൻ്റെ ഗ്രാഫ് എടുത്തിട്ടുള്ളത്. 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്, അതായത് ഒരു ബിയറിഷ് ഓർഡർ ബ്ലോക്ക് ഉണ്ട്. മാർക്കറ്റ് ഡൗണിലോട്ട് ഷിഫ്റ്റ് തന്നിട്ടുണ്ട്, ഡൗണിലോട്ട് ഒരു നല്ലൊരു പുഷ് മാർക്കറ്റ് തന്നിട്ടുണ്ട്. എൻ്റെ മാർക്കറ്റ് ഈ ഒരു പുഷ് തരുന്ന അവിടെ നമുക്കൊരു ഓർഡർ ബ്ലോക്കും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ മാർക്കറ്റ് ഈ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് തിരിച്ച് ടാപ്പ് ചെയ്യാണ്. ഈ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് ടാപ്പ് ചെയ്തതിന് ശേഷം മാർക്കറ്റിൽ എന്താ സംഭവിച്ചിട്ടുള്ളത്? നമുക്ക് എങ്ങനെയായിരിക്കും ഈ ഒരു ഇൻവേഴ്സ് എഫ് ഇ ജിയിൽ നമുക്ക് എൻ്റർ ചെയ്യാം? മാർക്കറ്റ് ഇവിടെ അതിന് മുമ്പ് ഈ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് ടാപ്പ് ചെയ്തതിൻ്റെ ഈ ഒരു ഭാഗത്ത് നമ്മൾ സൂക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു എഫ് ഇ ജി ഉണ്ട്, കണ്ടോ? ഈ ഒരു എഫ് ഇ ജിനെ മാർക്കറ്റ് ഇവിടെ നിന്ന് ഡൗണിലോട്ട് പുഷ് ചെയ്തിരിക്കുകയാണ്. ഒരു പുഷ് ചെയ്തിരിക്കണമെന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താ? ഡൗണിലോട്ട് ഈ ഒരു എഫ് ഇ ജിനെ റെസ്പെക്റ്റ് ചെയ്യാണ്ട് മാർക്കറ്റ് ഡൗണിലോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു എഫ് ഇ ജിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പറയണ പേരെന്താ? ഈ ഒരു എഫ് ഇ ജിനെ ഇൻവേഴ്സ് എഫ് ഇ ജി ആയിട്ട് മാർക്കറ്റ് കൺവേർട്ട് ചെയ്തു. ഈ ഒരു എഫ് ഇ ജി ഇൻവേഴ്സ് എഫ് ഇ ജി ആയി. അപ്പോൾ ഈ ഒരു ഇൻവേഴ്സ് എഫ് ഇ ജിയിൽ മാർക്കറ്റ് എഗെയിൻ റിട്രേസ് ചെയ്ത് ടാപ്പ് ചെയ്ത സമയത്ത് നമ്മുടെ എൻട്രി പ്ലേസ് ചെയ്തു. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ എവിടെ കൊണ്ട് വയ്ക്കും? യെസ്, നമ്മൾ ഈ ഒരു സാധാരണ വയ്ക്കുന്ന പോലെ ഈ ഒരു സ്വിംഗ് ഹൈൻ്റെ മേലെ കൊണ്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചു. നമ്മുടെ ടാർഗറ്റ് നമ്മൾ എവിടെ കൊണ്ട് വയ്ക്കും? നമ്മൾ ഈ ഒരു ലോയിൽ കൊണ്ട് ഇൻറ്റേർണൽ ലിക്വിഡിറ്റിയിൽ നമ്മൾ ടാർഗറ്റ് വെച്ചു. ഈ ഒരു ടാർഗറ്റ് മാർക്കറ്റ് അടിച്ചിട്ടുണ്ടോ? യെസ്, മാർക്കറ്റ് ഈ ഒരു ടാർഗറ്റ് ഈസിലിയാണ് ഈ ഒരു ടാർഗറ്റ് അടിച്ചിട്ടുള്ളത്. ഓക്കെ, നമ്മൾ മാർക്കറ്റിനെ ഇങ്ങനെ വ്യൂ ചെയ്യണം. കാരണം നമുക്ക് ഈ ഒരു ഇൻവേഴ്സ് എഫ് ഇ ജി, നമ്മളൊരു എഫ് ഇ ജി വന്നു മാർക്കറ്റിൽ, എഫ് ഇ ജി എല്ലാ എഫ് ഇ ജി ഡിസ്റെസ്പെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഹൈ പ്രോബബിലിറ്റി ആയിട്ടുള്ള ഇൻവേഴ്സ് എഫ് ഇ ജി ആയിട്ട് എടുക്കാൻ പറ്റില്ല. അതിനാണ് നമുക്ക് ഇങ്ങനെ ഒരു എൻട്രി മോഡൽ നമുക്ക് ആദ്യം വേണം. നമുക്കൊരു എൻട്രി മോഡലിൽ മാർക്കറ്റ് വന്നു. മാർക്കറ്റ് ഈ ഒരു എൻട്രി മോഡലിൽ വന്നതിന് ശേഷം ആണ് നമുക്ക് കറക്റ്റായിട്ടുള്ള ഇൻവേഴ്സ് എഫ് ഇ ജി ഓർ ഒ ബി ഓർ എഫ് ഇ ജി. അത് നമ്മൾ എല്ലാ സമയത്തും അത് വർക്ക് ആവണമെന്നില്ല.
കാരണം നമുക്കൊരു സ്പെസിഫിക് ടൈമിൽ സ്പെസിഫിക് പ്രൈസ് പോയിന്റിൽ മാർക്കറ്റ് എത്തിയാൽ മാത്രമാണ് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം വർക്ക് ആവുള്ളൂ. സോ എനിക്ക് കുറേ പേര് ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് എല്ലാ FEGയും വർക്ക് ആവാത്തത്, എന്തുകൊണ്ടാണ് എല്ലാ OBയും വർക്ക് ആവാത്തത്. ചില സമയത്ത് OBയിലോട്ട് വരുന്ന സമയത്ത് മാർക്കറ്റ് ലിക്വിഡിറ്റി ടേക്ക് ചെയ്തിട്ടാണല്ലോ മേലോട്ട് പോകുന്നത്, അപ്പോൾ നമ്മുടെ എൻട്രി സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണല്ലോ എന്ന് എല്ലാവരും പറയാറുണ്ട്. സോ അതിനാണ് ഞാൻ പറഞ്ഞത്, നമുക്കൊരു സ്പെസിഫിക് ആയിട്ടുള്ള ടൈമിൽ സ്പെസിഫിക് ആയിട്ടുള്ള പ്രൈസ് പോയിന്റിൽ മാർക്കറ്റ് എത്തിയാൽ മാത്രമാണ് നമുക്ക് ഇങ്ങനെയുള്ള എൻട്രി മോഡൽസ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇതൊരു കറക്റ്റ് സെറ്റപ്പാണ്. കണ്ടോ, ഈ ഒരു എൻട്രി മോഡലിലോട്ട് മാർക്കറ്റ് വന്നു. ഈ ഒരു എൻട്രി മോഡലിലോട്ട് മാർക്കറ്റ് ഈ ഒരു OB ടാപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു? OB ടാപ്പ് ചെയ്ത ഉടനെ തന്നെ നമ്മൾ എൻട്രി എടുത്തോ? ഇല്ല. ഈ ഒരു OB ടാപ്പ് ചെയ്ത ഉടനെ നമുക്ക് എന്താണ് നമ്മൾ ആദ്യം നോക്കിയത്? ഈ ഒരു OB ടാപ്പ് ചെയ്ത ഉടനെ നമുക്കൊരു ഇൻവേഴ്സ് FEG മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ നോക്കി. അപ്പോൾ നമുക്ക് ഇൻവേഴ്സ് FEG ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ? ഇൻവേഴ്സ് FEG മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തത് എന്താ വേണ്ടത്? മാർക്കറ്റ് ഈ ഒരു ഇൻവേഴ്സ് FEG അഗെയിൻ റിട്രേസ് ചെയ്ത് ടാപ്പ് ചെയ്യുന്നുണ്ടോ നമ്മൾ നോക്കി. അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ മാർക്കറ്റ് വീണ്ടും ടാപ്പ് ചെയ്തിട്ടുണ്ടോ? മാർക്കറ്റ് വീണ്ടും ടാപ്പ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അടുത്തത് എന്താ വേണ്ടത്? നമ്മൾ എൻട്രി പ്ലേസ് ചെയ്തു. എന്നിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തു. അതിന് അടുത്ത ശേഷം നമുക്ക് ടാർഗറ്റും പ്ലേസ് ചെയ്തു. നമ്മൾ വെയിറ്റ് ചെയ്തു. അപ്പോൾ എന്തായി? മാർക്കറ്റ് ഈ ടാർഗറ്റിലോട്ട് മാർക്കറ്റ് വന്നിരിക്കണം. ഇങ്ങനെ നമ്മൾ അനലൈസ് ചെയ്യണം. കാരണം എല്ലാ സമയത്തും എല്ലാം വർക്ക് ആവില്ല. ട്രേഡിങ് ഈസ് ഓൾ അബൌട്ട് പ്രോബബിലിറ്റീസ്. അങ്ങനെ വേണം നമ്മൾ മാർക്കറ്റിനെ വ്യൂ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ. കാരണം ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ട്രേഡിങ്ങിന് പ്രോബബിലിറ്റി ആയിട്ട് നമ്മൾ കണ്ടില്ല. ഇപ്പോൾ നമ്മളൊരു 10 ട്രേഡ് ഓർ 100 ട്രേഡ്സ് എടുക്കുകയാണെന്ന് വെക്കുക. ഒരു ഉദാഹരണം 100 ട്രേഡ്സ് അല്ല, ഒരു 10 ട്രേഡ്സ് എടുക്കുകയാണെന്ന് വെക്കുക. ഈ ഒരു 10 ട്രേഡിൽ എടുക്കുമ്പോൾ ഈ 10 ട്രേഡിൽ ആദ്യത്തെ 5 ട്രേഡ് അടുപ്പിച്ച് നമ്മൾ വിൻ ചെയ്യണം എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ആദ്യത്തെ ട്രേഡ്, ഞാൻ എടുക്കുന്ന ട്രേഡ് ആദ്യം തന്നെ വിൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ വ്യൂ എന്തായിരിക്കും? നമ്മുടെ വ്യൂ ലോങ് ടേമിക്ക് വേണം നമുക്ക് ചിന്തിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ. കാരണം ലോങ് ടേമിക്ക് ചിന്തിച്ചാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ചെറിയ ലോസും ഈ ഒരു 1, 2, 3 കൺസിക്യൂട്ടീവ് ലോസസും നമുക്ക് ചെറുതായിട്ട് തോന്നുള്ളൂ. ഓക്കെ, മനസ്സിലായി? കാരണം നമുക്ക് ആ ഒരു ചെറിയ ലോസസ് നമ്മളെ എഫക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു OB നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും FEG നോക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ എന്തായിരിക്കണം അനലൈസ് ചെയ്യേണ്ടത്? നമ്മൾ ഹൈ പ്രോബബിലിറ്റി ആയിട്ടുള്ള സെറ്റപ്പ് നോക്കണം. നമ്മുടെ സെറ്റപ്പ് ഫോം ആയിട്ടുണ്ടോ നോക്കണം. നമ്മുടെ പ്ലാൻ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടോ നോക്കണം. ആൻഡ് ദെൻ നമ്മൾ പ്ലാൻ ഫോളോ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു OB ടാപ്പ് ചെയ്തു, ഈ ഒരു ഇൻവേഴ്സ് FEG മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തു, എൻ്റെ മാർക്കറ്റ് ടാപ്പ് ചെയ്തു, നമ്മൾ എൻട്രി എടുത്തു. അതേപോലെ തന്നെ വേറെ എൻട്രി മോഡൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതേപോലെ നമ്മൾ ചിന്തിക്കണം. മനസ്സിലായോ? അല്ലാണ്ട് നമ്മൾ ഒരു ആദ്യത്തെ ട്രേഡ് എടുത്തു, അതിൽ പ്രോഫിറ്റ് തന്നെ ആവണം എന്ന് പറഞ്ഞിട്ടിരിക്കാൻ പറ്റില്ല. അഥവാ അത് ലോസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും സ്ട്രാറ്റജി മാറ്റി വീണ്ടും എഡ്ജ് മാറ്റിയിട്ട് വേറെ എഡ്ജിൽ എടുക്കാൻ പറ്റില്ല. കാരണം ഈ ഒരു എഡ്ജ് നിങ്ങൾ ഒരു 10 ട്രേഡോ അല്ലെങ്കിൽ ഒരു 100 ട്രേഡ്സിൽ നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര പ്രോബബിലിറ്റി ഉണ്ട്, എത്ര ട്രേഡ് വിൻ ചെയ്യണം, എത്ര ട്രേഡ് വിൻ ചെയ്യും, എത്ര ട്രേഡ് ലൂസ് ചെയ്യും എന്നുള്ളൊരു പ്രോബബിലിറ്റി ആയിട്ടുള്ളൊരു ഡാറ്റ നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ എഡ്ജിൻ്റെ മേലൊരു ട്രസ്റ്റ് വരും. ഈ ഒരു ട്രസ്റ്റ് വന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആവാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് ഈ ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തായിരിക്കും നിങ്ങളുടെ വർക്ക്? നിങ്ങൾ എന്തായിരിക്കും എഫേർട്ട് ഇതിൽ വേണ്ടി ഇടുക? നിങ്ങൾ ബാക്ക് ടെസ്റ്റ്, അതേപോലെ പേഷ്യൻസ്. ഡെമോയിൽ ബാക്ക് ടെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡെമോയിലല്ല, നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്യുക, ഡെമോയിൽ ഫോർവേഡ് ടെസ്റ്റ് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ഇതിൽ ഹാർഡ് വർക്ക് എന്ന് പറയേണ്ട കാര്യങ്ങൾ. കാരണം നിങ്ങൾക്ക് ഇമോഷൻസ് നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ പഠിക്കണം. മാർക്കറ്റിൽ ലോസസ് വരുമ്പോൾ നിങ്ങൾ എമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പഠിക്കണം. എൻ്റെ ഈ ഒരു ട്രേഡ് ലോസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ റിവെഞ്ച് ട്രേഡ് ചെയ്ത് ആ ഒരു ലോസ് മൾട്ടിപ്പിൾ ആക്കാണ്ട് നമുക്ക് ആ ഒരു ലോസ് ചിലപ്പോൾ ആ ഒരു മാർക്കറ്റ് കണ്ടീഷൻ കൊണ്ടായിരിക്കാം നമുക്ക് ലോസ് വരിക. ഇന്ന് ലോസ് വന്നാൽ നാളെ ലോസ് വരണം നിർബന്ധമില്ല. അഥവാ ഇന്ന് ലോസ് നാളെ ലോസ് വന്നാൽ മറ്റന്നാൾ ലോസ് വരണം നിർബന്ധമില്ല. നമ്മളെന്തായിരിക്കണം ഫോളോ ചെയ്യേണ്ടത്? നമ്മുടെ എഡ്ജ് ഫോളോ ചെയ്യണം, നമ്മുടെ പ്ലാൻ ഫോളോ ചെയ്യണം. വാട്ട് എവർ ഹാപ്പൻസ് നമ്മൾ നമ്മുടെ പ്ലാൻ ഫോളോ ചെയ്താൽ മാത്രം മതി. അതായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ. അല്ലാണ്ട് നമ്മൾ റിവെഞ്ച് ട്രേഡിങ് ഒഴിവാക്കണം, നമ്മുടെ റിസ്ക് മാനേജ്മെൻറ്റ് ബ്രേക്ക് ചെയ്യാണ്ട് നോക്കണം, നമ്മുടെ റൂൾസ് ബ്രേക്ക് ചെയ്യാണ്ട് നോക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ട വർക്ക്. ട്രേഡിങ്ങിലെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം നിങ്ങൾക്ക് എൻട്രി കിട്ടി, നിങ്ങളുടെ റിസ്കിനനുസരിച്ച എൻട്രി അല്ല അത്. അപ്പോൾ നിങ്ങൾ ആ ഒരു എൻട്രി എടുക്കാണ്ടിരിക്കുകയാണ്. ദാറ്റ്സ് ഓൾസോ എ പ്രോഫിറ്റ്. മനസ്സിലായോ? നിങ്ങൾക്ക് ഒന്നും ചെയ്യാണ്ടിരിക്കണതും ഇതിലൊരു പ്രോഫിറ്റാണ്. സോ ഇൻസ്റ്റെഡ് ഓഫ് നിങ്ങളൊരു ലൂസിങ് ട്രേഡിലോട്ട് പോണതിന് വെച്ച് നല്ലത് നിങ്ങളുടെ റിസ്ക് വന്നിട്ടുണ്ട്, നിങ്ങളുടെ റിസ്ക് ഇതിൽ മീറ്റ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് പറ്റിയ റിസ്ക് അല്ല ഈ ഒരു എൻട്രിയിലുള്ളത്. സോ നിങ്ങളുടെ കയ്യിൽ ക്യാപിറ്റൽ ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ലോട്ട് സൈസ് കുറച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു ട്രേഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം.
ലോസസ് അധികം വരികയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ലോട്ട് കുറച്ചിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അല്ലാണ്ട് നിങ്ങൾ ആ ഒരു നിങ്ങളുടെ ഒരു മാക്സിമം ലോട്ടിൽ നിങ്ങൾക്ക് ഇതിൽ ഒരു ഹൈ റിസ്ക് ആയിട്ടുള്ള ഒരു എൻട്രി വരികയാണെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് എൻട്രി എടുക്കാൻ പറ്റില്ല. കാരണം അങ്ങനെ എടുത്തിട്ട് നിങ്ങൾക്ക് ലോസിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളത് ചിലപ്പോൾ 1-2 ട്രേഡിൽ എടുത്ത പ്രോഫിറ്റുകളായിരിക്കും ഈ ഒറ്റ ട്രേഡിൽ പോവുക. സോ നമുക്ക് ഒരു 3 കൺസിക്യൂട്ടീവ് ലോസസ് വന്നാലും നിങ്ങളുടെ കയ്യിലൊരു ഹൈ പ്രോബബിലിറ്റി റിസ്ക് മാനേജ്മെൻറ്റും ഒരു എഡ്ജും കയ്യിലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ട്രേഡ് കൺസിക്യൂട്ടീവ് നിങ്ങൾക്ക് ലോസ് വന്നാലും 1 ട്രേഡ് പ്രോഫിറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓവറോൾ നിങ്ങൾ പ്രോഫിറ്റബിൾ ആവാൻ പറ്റും. ദാറ്റ്സ് ഇറ്റ്. അത്രേ ഉള്ളൂ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞാൽ മനസ്സിലായെന്ന് വിചാരിക്കണം. അടുത്ത വീഡിയോ കാണുന്നവരെ ഓക്കെ, ബൈ.